നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ നാവാമുകുന്ദന്റെ മുന്നിൽ നിളയുടെ തീരത്ത് മാഞ്ഞുപോയൊരു ശൈവ സമ്പ്രദായത്തിന് നാന്ദിയിട്ടു. അപ്പോഴും കേരളത്തിലെ MP-മാർ വരുന്നില്ല, MLA-മാർ വരുന്നില്ല. ഭരണകൂടത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗത്തു നിന്ന് ആരും ഇതുവരെ അവിടെ മുൻനിരയിലും പിൻനിരയിലും വന്ന് നിൽക്കാൻ മത്സരിക്കുന്നില്ല. എങ്കിലും കാശിയിൽ നിന്നെത്തിയ പൂജാരിമാർ നടത്തുന്ന നിളാരതി കാണാൻ തിരുനാവായ നദിയിൽ മുങ്ങിക്കുളിച്ച് നാവാമുകുന്ദനെയും തൊഴുതു വണങ്ങി പോകുന്നവരുടെ എണ്ണം ആദ്യ ദിനങ്ങളിൽ 10,000-ങ്ങളായിരുന്നു. എങ്കിലിപ്പോൾ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് വരുന്നത്. കേരള കുംഭമേളയെ പരിഹസിച്ചവർ ഏറെയാണ്. അഘോരി ബാബമാർ ഇവിടെ ഒരിക്കലും അനുവദിക്കില്ലെന്ന് പറഞ്ഞു. അവരുടെ സാന്നിധ്യം അനുവദിക്കില്ല, കേരളം അവരെ സഹിക്കില്ല, ഇങ്ങോട്ട് കയറ്റില്ല എന്ന് വരെ പറഞ്ഞു. എന്നാൽ ഇന്ന് അഘോരി ബാബമാർ കേരള കുംഭമേളയിലുണ്ട്. ശാന്തരും ഉറച്ചവരും നിർഭയരും, ഒളിച്ചുകളിയില്ല, മടിയൊന്നുമില്ല, വിട്ടുവീഴ്ചയില്ല. ഭീഷണി മുഴക്കിയവരെയും പരിഹസിച്ചവരെയും കാണുന്നില്ല എന്നതാണ് സത്യം. ബാബമാർ ആരെയും ഭയപ്പെടുന്നില്ല, ആരുടെയും മുന്നിൽ തലകുനിക്കുന്നില്ല, ഭീഷണിപ്പെടുത്തി ചർച്ചകൾ നടത്തുന്നില്ല. വിശ്വാസം ഭയമില്ലാതെ തെരുവുകളിലേക്ക് മടങ്ങുകയാണ് എന്നാണ് ബാബമാരുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന വീഡിയോയെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കപ്പെടുന്നത്. ഭാരത സംസ്കാരം സനാതനധർമ്മത്തിലും ആധ്യാത്മികതയിലും അധിഷ്ഠിതമാണെന്ന് വിളിച്ചോതുന്നതിന്റെ നേർക്കാഴ്ചയാണ് തിരുനാവായ ഭാരത തീർത്ഥത്തിലെ ജനമഹാസമുദ്രം എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നിരവധി പേർ കുറിക്കുന്നത്. സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് ഇപ്പോഴുള്ള പങ്കാളിത്തം. പക്ഷെ പ്രയാഗ്രാജ് കുംഭമേളയിൽ കാണുന്ന പോലെ ഒരു വലിയ ജനസമുദ്രം ഇവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. അതിന് കാരണങ്ങളുണ്ട്. പ്രയാഗ്രാജ് കുംഭമേള ഭാരതം മുഴുവൻ പങ്കാളിത്തമുള്ളതും സന്യാസി സമൂഹം കാത്തിരുന്നതുമായ ഒരു കുംഭമേളയാണ്. അവിടെ എത്തുന്നവർക്ക് അവിടെ താമസിക്കാനും തുടർച്ചയായ സ്നാനങ്ങളിൽ പങ്കെടുക്കാനും സൗകര്യമുണ്ടായിരുന്നു. അതിനാൽ ഒരിക്കലെത്തിയവർക്ക് തിരിച്ചു പോകാൻ കുറഞ്ഞത് 2-3 ദിവസമെങ്കിലും വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ സ്നാന ദിവസങ്ങളിൽ സന്യാസി സമൂഹവും വിശ്വാസികളുടെ ഭൂരിഭാഗവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദിവസേന എത്തുന്ന ലക്ഷങ്ങൾ അവിടെ താമസിച്ചതോടെ തിരക്ക് ഇരട്ടിയായി എന്ന് പറയാം. നമ്മുടെ മാഘമഹോത്സവത്തിന്റെ സ്ഥിതി വ്യത്യസ്തമാണ്. ഇത് ആദ്യമായി നടക്കുന്നതും മാധ്യമങ്ങൾ പരമാവധി വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ ശ്രദ്ധിച്ചതും കാരണം ജനുവരി 19 ആരംഭിച്ച ഉത്സവത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിൽ ആളുകൾ കുറവായിരുന്നു. സ്വാഭാവികമാണിത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി അവിടെ ഒഴുകിയെത്തുന്നത് ലക്ഷങ്ങളാണ്. പ്രധാന വെല്ലുവിളി അവിടെ താമസിക്കാൻ സൗകര്യമില്ലാത്തതാണ്. അതിനാൽ ഭൂരിഭാഗം വിശ്വാസികളും നിള ആരതി കണ്ട ശേഷം അതേ ദിവസം തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത തവണ ഇത് പരിഹരിക്കാൻ സാധിക്കണം എന്നും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടെ ക്ഷേത്രമതിൽക്കെട്ടിൽ ഓട്ടോ വിളിക്കാനുള്ള ഫോൺ നമ്പറും പേരും എഴുതി ഒട്ടിച്ചിരിക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് വിമർശനങ്ങൾ ഉയരുന്നു. ആ പേരുകളെല്ലാം അന്യമതസ്ഥരുടേതാണ്. അതുകൊണ്ട് തന്നെ ഉയരുന്ന ചോദ്യം ഇങ്ങനെ: തിരുനാവായ കുംഭമേളയുടെ ഉത്സവത്തിൽ ശിവക്ഷേത്ര മതിലിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ, നിങ്ങൾ ഓട്ടോറിക്ഷ ഓടുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ക്ഷേത്രമതിൽക്കെട്ടിൽ ഇമാതിരി പോസ്റ്റർ ഒട്ടിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? നിങ്ങളുടെ പള്ളിമതിലിൽ ഇതുപോലെ ഹിന്ദുക്കളുടെ പോസ്റ്റർ ഒട്ടിക്കാൻ സമ്മതിക്കുമോ? ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.